നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടേതായ ഇഷ്ടങ്ങളെ പരിഗണിക്കുമ്പോൾ പടച്ചവന്റെ ഇഷ്ടങ്ങളെ, പടച്ചവൻ ഏതൊരു കാര്യത്തിലാണ് നമ്മോട് ഇഷ്ടപ്പെടുന്നത് എന്ന വിഷയത്തിൽ നമുക്ക് തെറ്റുപറ്റി പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ വളരെ ഹ്രസ്വമായ, വളരെ ദുർബലമായ, വളരെ പരിമിതമായ, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വില പോലുമില്ലാത്ത വിധത്തിൽ നമ്മെ മരണം പെട്ടെന്ന് തന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന ഈ ജീവിതത്തിൽ നമ്മൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളായിരിക്കണം. അള്ളാഹുവാണ് നമ്മെ ഭൂമിയിൽ സൃഷ്ടിക്കുകയും ജീവിക്കാനുള്ള സൗകര്യം തരികയും ചെയ്തത്, ആയുസ് നൽകിയത് എന്നിരിക്കെ അവന്റെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഷ്ടത്തിന് തന്നെയായിരിക്കണം ഒന്നാം സ്ഥാനം നൽകേണ്ടത്. നമ്മളെ അറിയേണ്ടുന്ന ഒരു പ്രധാന വിഷയം, നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം പരിഗണിക്കാതെ ജീവിച്ചു പോകുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ സന്തോഷവും ആഹ്ലാദവും സുഖവും തൃപ്തിയും ഒക്കെ അനുഭവപ്പെട്ടേക്കാമെങ്കിൽ പോലും ദുനിയാവിൽ തന്നെ പലപ്പോഴും അതൊക്കെ വിപരീത ഫലമുണ്ടാക്കുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ ആ സന്തോഷത്തിനും ആ ദുഃഖത്തിനും, ആ സന്തോഷത്തിനും ആ ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറം ദുഃഖവും പ്രയാസവും വിഷമങ്ങളും ദുരന്തങ്ങളും വരെ ഏറ്റുവാങ്ങേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ദുനിയാവിലത് പാഠമായി പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഖിറത്തിൽ എന്തായാലും അത് തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുകൂടി നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബല്ലാഹി വഅബ്ഗളല്ലാഹി വഅതല്ലാഹി വമനഅല്ലാഹി. ആര് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയായാലും അത് അള്ളാഹുവിന്റെ തൃപ്തി പരിഗണിച്ചായിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയായാലും അതിൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആരെയും സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി നാം ആരെയും വെറുക്കുന്നുവെങ്കിൽ, വെറുക്കുന്നത് നമുക്കൊരാളോട് വിദ്വേഷമുള്ളത്, നമുക്കൊരാളോട് അകൽച്ചയുള്ളത്, നമുക്കൊരാളോട് താല്പര്യമില്ലായ്മയുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണ്. കാരണം പടച്ചവൻ അത് ഇഷ്ടപ്പെടൂല, പടച്ചവൻ അത് ഇഷ്ടപ്പെടൂല. നാട്ടിൽ തന്നെ ഫിത്നയും ഫസാദുമായി കുടുംബം കലക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളെ നല്ല വഴിയിലേക്ക് വരിക എന്ന പരിശ്രമം നടത്തുമ്പോൾ പോലും അവരുമായി രാജിയാവുക എന്ന ഏർപ്പാടിലേക്ക് വിശ്വാസി പോകാൻ പാടില്ല. മാനസികമായിട്ടെങ്കിലും അവനോട് അകൽച്ചയും അവനോട് തൃപ്തിക്കുറവും ഉണ്ടാവണം. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നവർ മനുഷ്യന്മാരെ മാത്രമല്ല, ഇവിടെ ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്, തിന്മകളുണ്ട്. മദ്യം പോലുള്ള, ലഹരി പോലുള്ള ഒരുപാട് മനുഷ്യനെ ആപതിച്ച് മനുഷ്യനെ തകർത്ത് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിനോടൊന്നും രാജിയാവാൻ, അതിനോടൊന്നും സമരസപ്പെട്ടു പോവാൻ വിശ്വാസിക്ക് കഴിയുകയില്ല തന്നെ. അതുകൊണ്ട് തന്നെ അതിനോടുള്ള വെറുപ്പ് ഒരു വിശ്വാസിയിലുണ്ടാകണം. ലഹരിയോട് വെറുപ്പുണ്ടാവണം, മദ്യത്തോട് വെറുപ്പുണ്ടാവണം, മറ്റെല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളോടും നമുക്ക് വെറുപ്പുണ്ടാവുക എന്നുള്ളത് പടച്ചവന്റെ ഇഷ്ടമുണ്ടാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആരെയെങ്കിലും എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ആരെയെങ്കിലും എന്തിനെയെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പടച്ചവന്റെ തൃപ്തിലാക്കി മാത്രമായിരിക്കണം. ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിലാക്കി നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും മുഖ്യ ഘടകമെന്ന് മനസ്സിലാക്കി നമ്മൾ നൽകാൻ തയ്യാറായാൽ, പണമാവട്ടെ മറ്റ് നമുക്കാവുന്ന എന്ത് സഹകരണവും ഒക്കെ ആവട്ടെ,
അതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി നാക്കാക്കിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തം നാക്കാക്കിയാണ് നൽകുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കി നൽകാതിരിക്കുന്നവർ, അങ്ങനെയുണ്ട്. ചിലതിനൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല, സാമ്പത്തികമായ സഹായം ചെയ്യാൻ കഴിയില്ല. ഒരു മദ്യഷാപ്പിന് വേണ്ടി ആരെങ്കിലും കളക്ഷൻ എടുക്കാൻ വന്നാൽ കൊടുക്കാൻ കഴിയില്ല നമുക്ക്. ഒരു തോന്നിവാസത്തിന് വേണ്ടി ആരെങ്കിലും കളക്ഷൻ എടുക്കാൻ വന്നാൽ കൊടുക്കാൻ കഴിയില്ല നമുക്ക്. അത് പടച്ചവന്റെ തൃപ്തിലാക്കാക്കിയാണ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് തൃപ്തിലാക്കാക്കി കൊടുക്കാൻ തയ്യാറായാൽ, ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ഇവിടെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർക്ക്, ഇവിടെ ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ദൗത്യ സംരംഭങ്ങൾക്ക്, ഇവിടെ പള്ളിക്ക്, ഇവിടെ മദ്രസക്ക്, ഇവിടെ ദീനീ സ്ഥാപനങ്ങൾക്കൊക്കെ നൽകുന്നത് പടച്ചവന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അങ്ങനെ നൽകാൻ കഴിയണം. തോന്നിവാസങ്ങൾക്ക് നൽകാതിരിക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്നവർ ഈമാൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ വിശ്വാസം, ഈമാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു. ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കി മാത്രമായിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ പൂർണ്ണമാണ്. അങ്ങനെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ഈമാനുള്ളവരാണ് എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയും. അങ്ങനെയാണോ നമ്മൾ ജീവിച്ചു പോകുന്നത്? ഇവിടെ സൂചിപ്പിച്ചതിന് വിരുദ്ധമായ രീതിയിൽ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ എന്തിനെങ്കിലും ആരെങ്കിലും ഇഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു പോകുന്നുവെങ്കിൽ അവിടെ ഈമാൻ ഉണ്ടാവുന്നില്ല, ഈമാൻ ചോർന്നു പോകും എന്ന് നാം തിരിച്ചറിയണം. ഈമാൻ ഉണ്ടാവുക എന്നുള്ളതിന്റെ, പൂർണ്ണമായി അത് എത്തിച്ചേരുക എന്നുള്ളതിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിരിക്കുന്ന കാര്യമാണിത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ ജനപ്രതിനിധികളുണ്ട്, ഇവിടെ മനുഷ്യന്മാരെ സഹായിക്കുന്ന ഒരുപാട് സംരംഭങ്ങളും ഒരുപാട് ആളുകളുമുണ്ട്. അവരൊക്കെ നിർവഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ ക്ഷേമം ലാക്കാക്കിയാണ്. പക്ഷെ അവിടെ തന്നെ ഒരുപാട് പുഴുക്കുത്തുകളെ നമുക്ക് കാണാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാ കളങ്കവും എല്ലാ പോരായ്മയോടെയും പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഒരു വിശ്വാസി ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോ അവൻ ഒന്നാമതായി അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം ലാക്കാക്കേണ്ടത്, പിന്നെയാണ് ജനങ്ങളുടെ തൃപ്തി. കാരണം ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ചിലപ്പോ അഴിമതി നടത്തേണ്ടി വരും, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ചിലപ്പോ അർഹതയില്ലാത്ത പല കാര്യങ്ങളും നിർവഹിക്കേണ്ടി വരും, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അർഹതപ്പെടാത്ത ചില അവകാശങ്ങൾ പിടിച്ചു പറിച്ചു വാങ്ങിക്കൊടുക്കേണ്ടി വരും. അള്ളാഹുവിനെ തൃപ്തിലാക്കാക്കിയാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ ദുനിയാവിൽ അള്ളാഹിന്റെ തൃപ്തിലാക്കാക്കിയാണ് നാം ജീവിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ രക്ഷപ്പെടുമെന്ന തിരിച്ചറിവോടെ അവനിൽ അഴിമതി ഉണ്ടാവൂല, അവനിൽ സ്വജനപക്ഷപാതം ഉണ്ടാവൂല, അവനിൽ അർഹതപ്പെടാത്തത് നേടിയെടുക്കുന്ന പ്രവർത്തനം ഉണ്ടാവൂല, അവനിൽ ക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സത്യസന്ധതയോടെ നിർവഹിക്കുന്ന മനസ്സായിരിക്കും ഉണ്ടാവുക. അതാണ് ഒന്നാമതായി അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നതാവണം. വിശുദ്ധ ഖുർആൻ ആദ്യ വചനം പടച്ചവന്റെ നാമത്തിൽ വായിക്കുക എന്നുള്ളതാണ്. കേവലം ഒരു വായന മാത്രമല്ല, എല്ലാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ചവന്റെ നാമത്തിലായിരിക്കണം, എല്ലാ പ്രവർത്തനങ്ങളും പടച്ചവന്റെ നാമത്തിലായിരിക്കണം. വീട് വിട്ടിറങ്ങുമ്പോ, രാവിലെ വീട് വിട്ടിറങ്ങുമ്പോ, പള്ളിയിൽ പ്രവേശിക്കുമ്പോ, വീട്ടിൽ തിരിച്ചെത്തുമ്പോ, ഉറങ്ങാൻ കിടക്കുമ്പോ എന്ന് വേണ്ട നിത്യജീവിതത്തിലെ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും പടച്ചവനെ ഓർത്തുകൊണ്ടേയിരിക്കണമെന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച പ്രധാനപ്പെട്ട അധ്യാപനമാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വീട് വിട്ടിറങ്ങിയിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അതിലെന്തർത്ഥമാണുള്ളത്? അത് പടച്ചവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കി പ്രവർത്തിക്കുമ്പോ അവനിൽ വ്യതിചലനം ഉണ്ടാവുക, പോരായ്മകൾ ഉണ്ടാവുകയില്ല.
അതുപോലെയാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ഇത്തരം മേഖലകളിൽ അബദ്ധങ്ങൾ വന്നു പോയേക്കാം, അറിഞ്ഞും അറിയാതെയും പോരായ്മകൾ വന്നു പോയേക്കാം. അത്തരം പോരായ്മകൾ വരുന്നതിനെ മതം നിരാകരിച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല. അതിനാണ് ഇസ്ലാം തൗബ ഒരുക്കി വച്ചിരിക്കുന്നത്. പശ്ചാത്തപിക്കാൻ മനുഷ്യനാണ്. കുല്ലു ബനി ആദമ ഖത്താ ഖൈറു ഖത്താഇന തവ്വാബൂൻ. എല്ലാ മനുഷ്യരിലും ആദമിന്റെ സന്തതികളിലും അബദ്ധം വരും. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പിന്നെ ആ അബദ്ധത്തിലേക്ക് പോകാതെ ജീവിക്കുന്നവനാണ് ഉത്തമൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തൗബ ചെയ്തുകൊണ്ട് നമ്മിൽ വന്നു പോകുന്ന വീഴ്ചകളെ തിരുത്താനുള്ള അവസരവും ഇസ്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. അർശിന്റെ തണൽ നാളെ ഒരു തണലും ലഭിക്കാതെ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ നാളെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ 2 വിഭാഗങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്റെ അർശിന്റെ നിഴൽ ആ ഖിയാമത്ത് നാളിൽ അവർക്ക് നൽകും. അതല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത തണലിന് വേണ്ടി ആളുകൾ ദാഹിച്ച് കാത്തിരിക്കുന്ന ആ വലിയ പ്രയാസകരമായ അവസ്ഥയിൽ അതിൽ 2 പേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, 2 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വറജുലാനി തഹാബാ ബില്ലാഹി ഇജ്തിമാ അലൈഹി വതഫറഖാ അലൈഹി. അല്ലാഹുവിന് വേണ്ടി തമ്മിൽ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിന് വേണ്ടി തമ്മിൽ ഇഷ്ടപ്പെടുന്നവർ, മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും, മനുഷ്യന്മാർ സഹോദരന്മാർ തമ്മിൽ, നാട്ടുകാർ തമ്മിൽ, എല്ലാ മനുഷ്യരും തമ്മിലുള്ള നല്ല സൂക്ഷ്മതയുള്ള ഇടപെടലുകളും ഇടപാടുകളും ഒക്കെ അതിൽ ഉൾപ്പെടും. എന്നാൽ അങ്ങനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അർശിന്റെ തണൽ ലഭിക്കും. പടച്ചവന്റെ തൃപ്തിലാക്കിയാണ് ഞാൻ ഈ മനുഷ്യനെ ഇവരെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ, നമ്മൾ ഇണകളോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് ഒക്കെയുള്ള ചുമതലകൾ നിർവഹിക്കുമ്പോൾ, അങ്ങനെ നിർവഹിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മനുഷ്യൻ അവന് അർശിന്റെ തണൽ ലഭിക്കും. മാത്രമല്ല അവിടെ പറയുന്നു, വേർപ്പെടുകയും കൂടിച്ചേരുകയും അള്ളാഹുവിന് വേണ്ടി തമ്മിൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും കൂടിച്ചേരുകയും വേർപെടുകയും ചെയ്യുന്ന 2 പേർ പടച്ചവന് തൃപ്തിലാക്കാക്കി ചിലപ്പോ ചില ആളുകളെ നമുക്ക് അകറ്റേണ്ടി വരും. അള്ളാഹുവിന് തൃപ്തിലാക്കിയാണ് അയാളെ ഇഷ്ടപ്പെടുകയും അയാളുമായി സഹകരിച്ചു പോവുകയും ചെയ്തത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അയാളിൽ വരുന്ന സമീപനങ്ങൾ പടച്ചവന്റെ തൃപ്തി അനുസരിച്ചല്ല എന്ന് തോന്നുമ്പോ ആ ഇഷ്ടത്തിൽ അയവ് വരും, കുറവ് വരണം. അത് അയാളെ അകറ്റി ഒഴിവാക്കി മാറ്റി നിർത്തുക എന്നർത്ഥത്തിലല്ല പറയുന്നത്. മനസ്സിൽ പടച്ചവനെ നിന്റെ തൃപ്തിലാക്കിയാണ് ഇന്നാളിന്നാള് ഞാൻ ഇഷ്ടപ്പെട്ടത്. പടച്ചവനെ ഇന്ന് അവൻ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിയാതെ പോകുന്നു. നിന്റെ തൃപ്തി അനുസരിച്ചല്ലോ അവൻ ജീവിക്കുന്നത് എന്ന ചിന്തയിലൂടെ ഇപ്പൊ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് സ്നേഹിക്കാനും കൂടിച്ചേരാനും കഴിയുന്നവരും വേർപിരിയാൻ കഴിയുകയും ചെയ്യുന്നവർ, അവർക്ക് അർശിന്റെ തണൽ ലഭിക്കും. മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, വറജുലുൻ ദാതും റാത്തുൻ ദാത മുൻസിബിൻ ജമാലിൻ. സുന്ദരിയായ ഒരു സ്ത്രീ, തിരിച്ചുമാവാം. സുന്ദരനായ സൗകര്യമുള്ള ഒരു പുരുഷൻ, അങ്ങനെയുമാവാം. ഒരു അവിഹിതത്തിനെ ക്ഷണിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഒത്തിരക്കിയിരിക്കുന്നു. ആരും അറിയില്ല, ആരും കാണില്ല. അത്തരം ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇന്നീ യഖാഫുല്ലാഹ്, പടച്ചവനെ ഞാൻ ഭയപ്പെടുന്നു, ഇതിനെന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നവൻ, അവനിൽ പടച്ചവന്റെ തൃപ്തി മാത്രമേ ഉള്ളൂ. പടച്ചവൻ മാത്രമേ അപ്പോൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ തൃപ്തി മാത്രം അവൻ ആ പടച്ചവന്റെ കാഴ്ചയെ ഭയപ്പെട്ടുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അർശിന്റെ തണൽ അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അർശിന്റെ തണൽ ലഭിക്കുക എന്നുള്ള ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് ഇടയാവാൻ
പടച്ചവന്റെ തൃപ്തിലാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കണം വേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അനവധി ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ സ്നേഹം കരഗതമാകാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിശ്ചയം അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു പ്രായശ്ചിത്തം ചെയ്യുന്നവരെയും ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധിയോടെ വിശുദ്ധിയോടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധമായി ജീവിക്കുന്ന ആളുകളെയും ഇഷ്ടപ്പെടുന്നു. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ഏറ്റവും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നു. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, എല്ലാ പ്രയാസഘട്ടത്തിലും പതറിപ്പോകാതെ ക്ഷമയവലംബിക്കുന്ന ആളുകളെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹുവിൽ അഭയം തവക്കൽ ചെയ്യുന്ന ആളുകളെ എന്തൊരു പ്രയാസമുണ്ടായാലും എന്തൊരു അവസ്ഥ ഉണ്ടായാലും എന്ത് സന്തോഷമുണ്ടായാലും തവക്കൽതു അലല്ലാഹ്, പടച്ചവന്റെ തൃപ്തിയാണ് അതിൽ നിന്ന് ചിന്തിച്ച് അതിൽ അഭയം കണ്ടെത്തുന്ന ആളുകൾ. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, തീർച്ചയായും അള്ളാഹു അവരെ സ്നേഹിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരെ നീതിപൂർവം പ്രവർത്തിക്കുന്നവരെയും പടച്ചവൻ ഇഷ്ടപ്പെടുന്നു. നീതിമാന്മാരെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കിക്കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നുള്ള പാഠം ഇവിടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അനവധി സൂറത്തുകളിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിന്നാസ്, സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അങ്ങനെയുള്ള ആളുകളെ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരം സൽക്കർമ്മകാരികളെ അള്ളാഹു സ്നേഹിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മുടെ സന്തോഷാവസരത്തിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ചിലർക്ക് സഹായം ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പ്രയാസമില്ലാത്ത അവസ്ഥയിൽ മാത്രമല്ല, നമുക്ക് മാത്രം തികയുന്ന സൗകര്യമേ പണമേ നമുക്കുള്ളൂ. പക്ഷെ അത്യാവശ്യമായ ഒരാളെ സഹായിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വന്നേക്കാം. അവിടെയും മറ്റവരെ സഹായിക്കാൻ, നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, കോപം, ദേഷ്യം, വിരോധത്തിന്റെ പേരിൽ, അകൽച്ചയുടെ പേരിൽ, ഇഷ്ടക്കുറവിന്റെ പേരിൽ ആളുകളോട് ദേഷ്യം പിടിക്കും. നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞ് ഏതോ ഒരു വാക്ക് ഉച്ചരിച്ചു പോയതിന്റെ പേരിൽ പിന്നെ ബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോകുന്ന കാലമാണിത്. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ അവലംബിക്കുക, ദേഷ്യം പിടിക്കാതെ കോപം ഒതുക്കി വെക്കുക. പിന്നെ ജനങ്ങൾക്ക് ഇങ്ങോട്ട് എന്തൊക്കെയോ ചെയ്തു, ഇങ്ങോട്ട് ഒരുപാട് ദ്രോഹിച്ചു. അത്തരത്തിലുള്ള ആളുകൾക്ക് അങ്ങോട്ട് ക്ഷമിക്കുക, അവരോട് ക്ഷമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സിലേക്ക് ഉയരണമെന്നാണ് മതം പറയുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഉയർച്ച വലിയതാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തെ ഏറ്റവും പൂർണ്ണനായ, ഏറ്റവും നല്ല മനുഷ്യനായി തീരുമവൻ ചിലപ്പോഴൊന്നും നമുക്ക് കഴിയാതെ പോകുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ്. ദേഷ്യം പിടിക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു, ആളുകളോട് ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നു. സഹായ ഹസ്തങ്ങൾ നൽകുമ്പോൾ നമ്മുടെ അവസ്ഥ ഒന്നാമതായി നോക്കിപ്പോകുന്നു. അങ്ങനെയുണ്ട്, ജീവിതം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടങ്ങളിലൊക്കെ പടച്ചവന്റെ തൃപ്തിലാക്കാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാഹു അവരെ പടച്ചവൻ സ്നേഹിക്കുന്നു എന്ന് കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ ഈ ഹ്രസ്വമായ ദുർബലമായ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് പ്രയാസങ്ങളിൽ വലിയൊരു പ്രയാസമാണ് ഫലസ്തീനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സഹോദരങ്ങൾ വിശ്വാസികളായി പോയതിന്റെ പേരിൽ
സ്വന്തം നാടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ആ നാട്ടിൽ അവർ താമസിക്കുന്ന വീടടക്കം എല്ലാ വിഭവങ്ങളും തകർത്ത് കളഞ്ഞ് അവരെ തെരുവിലാക്കുകയും ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത രീതിയിൽ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്താണ് പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഈ കാലത്ത് മനുഷ്യന്മാർ തമ്മിൽ അടുക്കാനും ഇടപെടാനും ഒരുപാട് സൗകര്യങ്ങളുള്ള ഈ കാലത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശ്വാസികളായി പോയതിന്റെ പേരിൽ മാത്രം ഇவ்விധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോ വേണ്ടി സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ തൃപ്തിലാക്കി വെറുക്കുക. ആ ദുശക്തികൾക്കെതിരെ നമ്മുടെ പ്രാർത്ഥനയുണ്ടാവണം. ആ ദുശക്തികളെ ദുർബലപ്പെടുത്താൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കണം, കുതിക്കണം. ഇത്തരത്തിലുള്ള ദുശക്തികളാണ് ഈ ലോകത്തെ ആകെ തകർക്കുന്നത്. അവരെല്ലാം വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കൊടിയ കൊടിയ പീഡകരെ, കൊടിയ കൊടിയ വഞ്ചകരെ, അല്ലെങ്കിൽ കൊടിയ അക്രമികളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫറോവയുണ്ട്, നമ്രൂദുണ്ട്, ഹാമാനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ. അത്തരത്തിലുള്ള ആളുകളുടെ പുതിയ രൂപങ്ങളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ മനസ്സ് പടച്ചവന്റെ തൃപ്തിലാക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സ് അവരോടൊപ്പമായിരിക്കണം. അള്ളാഹുവേ, പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരന്മാരെ നീ സഹായിക്കണമേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ അള്ളാഹുവേ. വലിയൊരു വിജയം അവർക്ക് നീ പ്രദാനം ചെയ്യണമേ അള്ളാഹ്. ഞങ്ങളൊക്കെ താലോലിക്കുന്ന ഞങ്ങളുടെ കൊച്ചു കുട്ടികളെ പോലെയുള്ള മക്കൾ അവിടെ പട്ടിണിയിലാണ്, പട്ടിണി കിടന്ന് മരിക്കുകയാണ്. റബ്ബേ, അവർക്ക് നീ തുണയേകണമേ അള്ളാഹ്. അവരിൽ നിന്നും പിരിഞ്ഞു പോയവർക്ക് നീ ഷഹീദിന്റെ കൂലി നൽകണമേ റഹ്മാനെ. അവരിൽ നിന്നും പരിക്ക് പറ്റി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശാന്തി നൽകണമേ അള്ളാഹ്. നീ സമാധാനം നൽകണമേ റഹ്മാനെ. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم ثبت أقدامهم، اللهم اكشف الضر عن إخواننا في فلسطين، اللهم اشف جرحاهم، اللهم تقبل شهداءهم، اللهم إنهم جوع فأطعمهم، اللهم إنهم جوع فأطعمهم. അവരുടെ പട്ടിണി, അവരുടെ പ്രയാസം നീക്കാൻ നമ്മൾ ആവർത്തിച്ച് ഉരുട്ടുകൊണ്ടിരിക്കേണ്ടുന്ന വാക്കാണിത്. അള്ളാഹുവിനോട് പറയണം. നമ്മൾ നമസ്കരിച്ച് പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ജുമയുടെ ഒരു സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നമസ്കരിക്കൂ നമ്മൾ, എന്നിട്ട് പ്രാർത്ഥിക്കൂ. അതൊന്നും പടച്ചോൻ കൈവടിയില്ല. അവർക്ക് വേണ്ടി നമ്മുടെ മനസ്സാകെ നമ്മൾ നൽകാൻ തയ്യാറാകണം. അല്ലാഹുവേ, അവരുടെ പട്ടിണി നീ നീക്കണമേ റഹ്മാനെ. അവരുടെ പ്രയാസം നീ നീക്കണമേ റഹ്മാനെ. അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ദുശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ റഹ്മാനെ. ലോകത്ത് ശാന്തിയും സമാധാനവുമുള്ള ഒരവസ്ഥ നീ സംജാതമാക്കണമേ റഹ്മാനെ. വിശ്വാസികളായി ജീവിക്കുന്ന അവർക്ക് ഈമാനിന്റെ കരുത്ത് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും അവരിൽ നിന്ന് പിരിഞ്ഞു പോയവരും ഒക്കെ നീ അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. നിന്റെ തൃപ്തിലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബേ ദുനിയാവിൽ നീ പരീക്ഷണം നൽകും. പരീക്ഷണത്തിലൂടെ അവരെ കൂടുതൽ പ്രയാസകരമായ ജീവിതം നൽകുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പരീക്ഷണം ലഭിക്കുക എന്നുള്ളത് പടച്ചവന്റെ തൃപ്തിലാക്കാനുള്ള, പടച്ചവൻ നമ്മെ തൃപ്തിപ്പെടുന്നു എന്നുള്ളതിനുള്ള അടയാളമാണ്. ദുനിയാവിൽ വലിയ പരീക്ഷണം അനുഭവിക്കുന്ന ആ സഹോദരന്മാർക്ക് നീ തുണയേകണമേ. പിരിഞ്ഞുപോയവർക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണമേ. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഉന്മൂലനാശം വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ അല്ലാഹ്. ആ വിശ്വാസ സമൂഹത്തിന് നീ സംരക്ഷണം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക്, ഞങ്ങളുടെ ബന്ധുക്കൾ
ഞങ്ങൾക്കൊക്കെയും നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. ഞങ്ങളിൽ പിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. അവരിൽ നിന്നും വന്നുപോയ വീഴ്ചകളും പോരായ്മകളും ഒക്കെ നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഈ ഫലസ്തീനിലെ മക്കളെയും ദുനിയാവിലെ എല്ലാ വിഭാഗത്തിലും എല്ലാ പ്രദേശത്തുമുള്ള വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളെയും നീ സംരക്ഷിക്കുകയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യണമേ റഹ്മാനെ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അല്ലാ. ദുനിയാവിന്റെ പളപളപ്പിൽ മയങ്ങിപ്പോകുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ ബുദ്ധി ദുർബലപ്പെട്ടു പോയ വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ഉൾപ്പെടുത്തരുതേ റഹ്മാനെ. രോഗം, കടം, അപകടം പോലുള്ള പ്രയാസങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.